ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സീ ഗ്രീൻ. ഇന്ന് നമ്മൾ മാംഗോ കസ്റ്റാർഡ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി മാംഗോ കസ്റ്റാർഡ് കേക്ക്. ഇത് നമ്മൾ ഓവനിലല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. എന്തെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് 6 ഇഞ്ച് പാൻ എടുത്ത് എല്ലായിടത്തും ഓയിൽ സ്പ്രെഡ് ചെയ്ത് താഴെയും സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഡ്രൈ ആയ ബൗളിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. 1/2 കപ്പ് ഷുഗർ പൗഡർ 3-4 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ സ്ലോവിൽ ഉറ്റി വീഴുന്ന സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. 1/3 കപ്പ് മൈദ, 1/4 കപ്പ് കസ്റ്റാർഡ് പൗഡർ, 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതെല്ലാം കൂടെ ഒന്ന് തരിച്ച് ഫോൾഡ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് മാംഗോ പ്യൂരി ചേർക്കുന്നുണ്ട്. ആദ്യം 1/4 കപ്പ് ഇട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഒരു 1/4 കപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു പാൻ വെച്ച് അതിനുള്ളിൽ റിങ് ഇട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ച പാനിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് ഇതിൻ്റെ ഹോളിലൊരു പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 45 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. പരന്ന മോൾഡിലാണെങ്കിൽ പെട്ടെന്നായി കിട്ടും. ഹൈറ്റ് കൂടുന്തോറും ടൈം എടുക്കും ബേക്കായി കിട്ടാനായിട്ട്. 45 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിൽ നിന്നും എടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ മാംഗോ കസ്റ്റാർഡ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേക്കിൻ്റെ മുകളിൽ അരിപ്പയിലൂടെ കുറച്ച് ഷുഗർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്കിൻ്റെ അടിഭാഗം നോക്കാം നമുക്ക്. ഒട്ടും കരിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.